ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലിച്ചൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വല്യമ്മ ഇന്ന് തിരിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ വീട്ടിലാരും ഉണ്ടാവില്ല ഞങ്ങളെ നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പോകുന്നത്. അപ്പോൾ രാമൻകുട്ടൻ രാവിലെ എഴുന്നേറ്റിട്ട് സ്കെച്ച് പെൻ എടുത്തിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. മെയ്ത്തും അതെല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മൾ വാർത്ത വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ദുബായിൽ മിസൈലൊക്കെ വീണിട്ട് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ യുദ്ധം. അപ്പോൾ എൻ്റെ ബ്രദർ അബ്രോഡുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ വാർത്തയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി രാവിലെ തന്നെ നമ്മൾ ന്യൂസ് വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വല്യമ്മ രാവിലെ തന്നെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്യമ്മ അമ്പലപ്പുഴയാണ് വല്യമ്മയുടെ വീട് ഉള്ളത്. അപ്പോൾ വല്യമ്മ ദേ രാവിലെ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ ഉച്ചയാകുമ്പോഴേക്കെങ്കിലും അവിടെ എത്തുള്ളൂ. അപ്പോൾ അതും പറഞ്ഞിട്ട് രാവിലെ തന്നെ ആൾ എഴുന്നേറ്റ് കുളിച്ചതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ബസ് സ്റ്റോപ്പ് വരെ വല്യമ്മനെ ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപോകാം കേട്ടോ, ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ബാഗുണ്ട് വല്യമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാഗ് എടുക്കാണ്ടാണ് ആദ്യം പോയത്. അതായത് അച്ഛൻ ബസ് സ്റ്റോപ്പിലേക്ക് ഇവർ നടന്നെത്തുമ്പോഴേക്കും ബാഗ് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ പിന്നെ തീരുമാനിച്ചെങ്കിൽ ചെറിയ ബാഗ് ഞാൻ കൊണ്ടുപോകാം, ഒരു ബാഗ് മാത്രം അച്ഛൻ കൊണ്ടുപോയി തന്നാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് രണ്ടാമത് വന്നിട്ട് ഞാൻ ചെറിയ ബാഗ് എടുത്തിട്ടും പോവാം കേട്ടോ. രാമൻകുട്ടൻ ആദ്യം ഇവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്ന് അവൻ റോട്ടിലോട്ട് ഓടിപ്പോയെങ്കിലും പിന്നെ അതേനെ അവൻ അച്ഛൻ്റെ കൂടെ വണ്ടിക്കാണ് കേട്ടോ പോയത്. അവൻ നടന്നു പോകാനായിട്ട് അവന് മടിയായി. അങ്ങനെ പിന്നെ അച്ഛനും ഇറങ്ങി. അതായത് ഒരു 10-15 മിനിറ്റ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. 15 ഒരു 10 മിനിറ്റ് ഉണ്ടാവും എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അമ്മയും വല്യമ്മയും നടന്നെത്തുമ്പോഴേക്കും അച്ഛൻ വണ്ടിയായിട്ട് പെട്ടെന്ന് അവിടെ അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അച്ഛനും രാമനും കൂടി ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയും കൊണ്ട്. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞുവാവയും ഞാനും കൂടി ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വല്യമ്മ ഒരു ജനുവരിയിൽ വന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. ഫെബ്രുവരി മാർച്ച് 1-ാം തീയതി ആയപ്പോഴേക്കും അങ്ങനെ വല്യമ്മ പോയി. അപ്പോൾ ഇന്ന് ഞാനും പോകാൻ പോവാണ്. സത്യത്തിൽ നല്ല മടിയുണ്ട്, എന്നാലും പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അതേ വാവനായിട്ട് കുറച്ച് നേരം ഫ്രണ്ടിലിരുന്നതിന് ശേഷം പിന്നെ ആൾ കുറച്ച് കരച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ ഹാളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടു. അപ്പോൾ വാവയുടെ കയ്യിൽ നല്ല നഖമായിട്ടുണ്ട്. അപ്പോൾ നഖമൊക്കെ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ കൊച്ചിൻ്റെ സ്കിന്നിലൊക്കെ സ്ക്രാച്ച് വീഴാൻ തുടങ്ങി. അപ്പോൾ വരയും കുറികളൊക്കെ ഇനി കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നഖമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നെയിൽ കട്ടർ എടുത്തതല്ലേ, എന്തായാലും നമ്മൾ തിരിച്ച് പോകില്ല, അപ്പോൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ നെയിലും കാര്യങ്ങളൊക്കെ വെട്ടി. രാമൻകുട്ടനും ഞാൻ എപ്പോൾ നെയിൽ എൻ്റെ വെട്ടുമ്പോഴേക്കും രാമൻ്റെ അജുൻ്റെ ഒക്കെ ഞാൻ വെട്ടി കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ദോശയും ചമ്മന്തിയും സാമ്പാറായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡാണ് ദോശയും സാമ്പാർ ചമ്മന്തിയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് പോയി പിന്നെ റെഡിയാവലും കാര്യങ്ങളൊക്കെ നടന്നു. ഇത് റെഡി ആയപ്പോഴേക്കും ഒരു ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി അതിൻ്റെ ഇടയ്ക്കുള്ള സമയമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കലും പിന്നെ എന്തൊക്കെ കൊണ്ടുപോകാനുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കലായിരുന്നു. അപ്പോൾ ഓർക്കുന്ന സാധനമൊക്കെ അപ്പം എടുത്തെടുത്ത് അത്യാവശ്യമുള്ളത് മാത്രമേ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഈ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെ ഒരു വണ്ടി നിറച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിക്ക് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എന്താ പറയുക, ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് ഇനി ഹസ്ബൻഡ് കൊണ്ടുപോകാൻ വന്നു. വണ്ടിയിലൊക്കെ സാധനങ്ങളെല്ലാം നമ്മൾ കയറ്റി ഇനി അതൊക്കെ അവിടെ ചെന്ന് എല്ലാം സെറ്റാക്കി വെക്കണം. അത് ഇന്ന് തന്നെ വെക്കുമല്ലോ, ഞാനൊരു 2-3 ദിവസം വെച്ചുകൊണ്ടേ അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു. വണ്ടി കയറി ഞങ്ങൾ പോവാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് മുരിക്കുംപാടം, അതായത് വൈപ്പിൻ മുരിക്കുംപാടത്താണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വാവന ആരതിയൊക്കെ ഒഴിഞ്ഞാണ് നമ്മൾ അകത്തോട്ട് കയറ്റിയത്. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എടുത്ത് തരാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാവ എൻ്റെ കയ്യിലായതുകൊണ്ട് എനിക്ക് ആരതി വീഴണമെന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കയറ്റി വാവ പിന്നെ ഉറക്കമൊക്കെ ആയി. വീണ്ടും ഞങ്ങൾ കുറേ നേരം വെറുതെ ഇരുന്നു. സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം വെയിലൊന്ന് ചെറുതായിട്ട് താന്നപ്പോഴേക്കും പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ 2 പേരും റോട്ടിൽ, നമ്മുടെ റോഡും വീടൊക്കെ ഇങ്ങനെ ഒന്നിച്ചാണ്. അപ്പോൾ റോട്ടിൽ കളിക്കുകയാണ് അവർ. സൈക്കിൾ വിട്ടേ പിന്നെ വേറെ അടുത്തുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവിടെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഹസ്ബൻഡ് വീട്ടിലെ അഡ്രസ്സിലേക്ക് വാവയ്ക്ക് വേണ്ട പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാമൻകുട്ടൻ ജനിച്ച ആ സമയം മുതൽ ഞാൻ മമ്മർത്തിൻ്റെ പ്രൊഡക്ട്സാണ് വാവയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് അജുക്കുട്ടനും ഇപ്പോഴത്തെ വാവയ്ക്ക് ഞാൻ മമ്മർത്തിൻ്റെ പ്രൊഡക്ട്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഹെയർ ഓയിലും മസാജ് ഓയിലും സോപ്പൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലിപ്കാർട്ടിൽ ആൾ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അൺബോക്സ് ചെയ്തു.
ചെയ്തു. അതിന് ഞങ്ങൾ ചായ കുടിച്ചു. സവാള വടയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളി മുളകൊക്കെ ഇങ്ങനെ കളഞ്ഞു കൊടുത്താലേ പിള്ളേർ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കളഞ്ഞു കൊടുത്തു. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് അമ്പലത്തിലെ പ്രസാദം പഴവും മുന്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അജ്ജിക്കുട്ടനെ എനിക്ക് വാരിയൊക്കെ തന്നിട്ടോ. പിന്നെ അതേ വാവ അവിടെ അടങ്ങി കിടപ്പുണ്ട്. പിള്ളേർ ഇവിടെ ഭയങ്കര കളി ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ തിന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.